ബോസ് ബോസ് ബോസ്, അവിടെ മൊത്തം ആകെ പ്രശ്നങ്ങളായി ബോസ്. എന്താ? ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഒരു വണ്ടി നിറയെ ആൾക്കാർ വന്ന് മീരെ കടത്തിക്കൊണ്ട് പോയെന്നോ? എന്താ നീ പറയുന്നേ? മറ്റവരുടെ ആളുകളാ ബോസ്. വണ്ടി ഹൈവേ കൂടെ പോയത്. ഇതാ വണ്ടിയുടെ നമ്പർ. സാറേ പറഞ്ഞു. നിങ്ങൾ എവിടെ എത്തി? സാറേ ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഞങ്ങള്. വഴിയിലെങ്ങും നിർത്താതെ പെട്ടെന്ന് വാ. ശരി, ഓക്കെ. ആ എന്താ പറ. സാറേ, ഭൂമി ഞങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. എന്റെ മോളെ അവൻ കാണാൻ പാടില്ല. അവനെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പോ, വേഗം പോ. എടാ, വേഗം പോ. മീരെ, ഭൂമി വേണ്ട, നീ പോയിക്കോ. സാറേ, ഞാൻ ചെയ്തത് തെറ്റാ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങയുടെ അനുഗ്രഹത്തോടെ എല്ലാം നടക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ എൻ്റെ അവസ്ഥ അങ്ങനെയായി. എന്നോട് ക്ഷമിക്കണം സാറേ. ക്ഷമിക്കണമെന്നോ? അയാളൊന്നും ചെയ്യരുത്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൊണ്ടുപോടാ ഇവളെ. കാർത്തിക്, ഞാൻ പറയുന്ന കേക്ക്. അച്ഛാ, വീടെന്നെ. സാറേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. സാറേ, ഞാൻ മീരയ്ക്ക് ഒരു കുഴപ്പവും വരുത്താതെ അങ്ങനെ ഞാൻ ഏൽപ്പിച്ചില്ലേ? എന്റെ വെറുതെ ഇവിടെ വീട്. അയ്യോ, ഭൂമി. അച്ഛൻ ഒന്ന് നിക്ക്. ഭൂമി പറയുന്നത് ഒന്ന് കേക്ക്. ഇയാൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുക. അവൾ ഇന്ന് ട്രെയിനിൽ വരുമെന്ന് അറിഞ്ഞ് അവളെ കാണാൻ വേണ്ടിട്ട് എന്നെ വിട്ടിട്ട് പോയത്. അതല്ലാതെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെ സാറേ, അവൾ എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് സാർ. ഇപ്പൊ ഞാൻ പോയില്ലെങ്കിൽ അവള് പിന്നെ... അച്ഛാ പ്ലീസ്, സത്യം അച്ഛാ ഇയാള് പറയുന്നത്. വെറുതെ വിട്ടേക്ക് പ്ലീസ്. ശരി, നീ പൊയ്ക്കോ. അച്ഛാ, നിനക്ക് പോകാം. നന്ദി. മീരെ, ഞാൻ പോവാണേ. താങ്ക്സ്. അമ്മു, 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 അമ്മു. ആ നിമിഷം മുതൽ മരണത്തെക്കുറിച്ച് മാത്രമായിരിക്കും നിന്റെ ഡാഡി ചിന്തിച്ചിട്ടുണ്ടാവുക. ആ അവസാന നിമിഷവും ഞാൻ ആ ട്രെയിനിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ നിന്റെ ഡാഡി ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എടുക്കാറായി മോനെ. നിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ മറക്കണ്ട. ഡാഡിയുടെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞില്ല, അടുത്ത ക്യാമ്പിലുണ്ടാവും. ഓക്കെ ഡാഡി, എന്റെ മമ്മിയോട് ഡാഡിക്ക് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു. എന്താ മോനെ നീ ഇങ്ങനെ ചോദിച്ചേ? മമ്മി എന്ന് വെച്ചാൽ ഡാഡിക്ക് ജീവനായിരുന്നു. നിന്റെ മമ്മിയും ഡാഡിയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവള് മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും ചെമ്മണ്ണൂർ പോകരുതെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. എന്നാൽ മോന്റെ പിടിവാശി കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത്. താങ്ക് യു ഡാഡി. വരൂ 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 വരൂ. യാത്രയൊക്കെ സുഖമായിരുന്നു അല്ലേ? എന്തേ നമ്മുടെ ആള്? അയ്യോ, ഇതാരാ? ഞങ്ങൾ കാത്തിരിക്കുമല്ലായിരുന്നു. ഉമ്മ.